മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിരുന്ന മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെട്ട MDMA കേസിൽ ഇതാ പ്രതിയായ മറ്റൊരാളുണ്ട്, അബ്ദുൾ സലാം. ഹുസൈൻ മാത്രമല്ല, അബ്ദുൾ സലാമും അപകടകാരിയാണ്. ഇയാൾക്ക് ഗുണ്ടാ ബന്ധവും ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അബ്ദുൾ സലാം കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നയാളാണ്. സലാമിന്റെ ഗുണ്ടാ ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മറ്റൊരു പ്രതിയുണ്ട്, സൈനുൽ ആബിദ്. ഇയാൾ നിരവധി സൈബർ കേസുകളിൽ പ്രതിയാണ്. തട്ടിപ്പ് സംഘത്തിന് മ്യൂൾ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകുന്നത് ആബിദാണ്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങൾക്ക് പുറമെ ആന്ധ്രയിലും ഇയാൾക്കെതിരെ സൈബർ തട്ടിപ്പ് കേസുകളുണ്ട്. SS ശരണാണ് ചെയ്തത്. ശരൺ, അങ്ങനെ മൊത്തത്തിലൊരു തട്ടിപ്പു സംഘം, അവർ ലഹരിക്കടത്ത് കൂടി തുടങ്ങി, അങ്ങനെ പിടിയിലാകുന്നു അല്ലേ? ഈ പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീത, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ടിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ പ്രതിയായ അബ്ദുൾ സലാമിന് ഗുണ്ടാ ബന്ധമുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പെരുമ്പാവൂർ അനസ് പെരുമ്പാവൂർ എന്നുള്ളത് നമുക്കറിയാം, കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ്. 20ലധികം ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്, വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. അങ്ങനെ അനസ് പെരുമ്പാവൂരിന്റെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ് ഈ അബ്ദുൾ സലാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ 2021 ഇയാൾ ഈ ഗ്യാങ്ങിന്റെ ഭാഗമാകുന്നത്. അതിനുശേഷം ദീർഘകാലമായി ഗുണ്ടാ സംഘത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൂടിയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ലഹരി കടത്തിന് വേണ്ടി ഈ ഗുണ്ടാ ബന്ധം ഉപയോഗിച്ചു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതി ആബിദാണ്. ആബിദിനും കൃത്യമായി തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇയാൾ നേരത്തെ സൈബർ തട്ടിപ്പ് കേസുകളടക്കം പ്രതിയാണ്. പോലീസ് ഇത് പ്രധാനമായും മറ്റ് ജില്ലകളിൽ ഇയാളുടെ കേസുകൾ, ഇതര സംസ്ഥാനങ്ങളിലെ കേസുകൾ അടക്കം വെരിഫൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോടും കണ്ണൂരും ഇയാൾക്ക് സൈബർ തട്ടിപ്പ് കേസുകളുണ്ട്. ഇതിന് പുറമെ തന്നെ ആന്ധ്രയിലും ഒരു കേസുണ്ട്. ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഈ കംബോഡിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ തട്ടിപ്പ് സംഘം ഈ വലിയ തട്ടിപ്പ് നിയന്ത്രിക്കുന്നു, അതായത് സൈബർ തട്ടിപ്പ് നിയന്ത്രിക്കുന്നു. ആ സംഘത്തിന് കേരളത്തിൽ നിന്ന് മ്യൂൾ അക്കൗണ്ടുകൾ തരപ്പെടുത്തി നൽകുന്ന വ്യക്തിയാണ് ഈ ആബിദ് എന്നുള്ളതാണ്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് അടക്കം തട്ടിയെടുത്ത പണം വരികയും ചെയ്തിട്ടുണ്ട്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആന്ധ്രയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ വർഷം കേരളത്തിലെത്തി ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നത്. പിന്നീട് ഇയാൾ അറസ്റ്റിലായതിന് പിന്നാലെ ജയിലിലാകുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഈ ലഹരി ഇടപാടുകൾ സജീവമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് വരികയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 7 ജില്ലകളിലാണ് ഈ സംഘത്തിന് ഇടനിലക്കാരുള്ളത്. അപ്പോൾ ഈ ഇടനിലക്കാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനെ നിയന്ത്രിക്കുന്ന കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തവരുത്താനുള്ള പരിശോധനകളും തുടരുകയാണ്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം, കായിക മന്ത്രി OJ ജിനേഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തോട് ഇവരെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല എന്നതാണ് പറഞ്ഞത്. പിന്നെ ഏതൊരു യൂണിറ്റിന്റെ ആളല്ലേ എന്ന രീതിയിൽ അദ്ദേഹം മലക്കം മറിയുന്നതും കണ്ടു. ഇപ്പോൾ പിടിയിലായവർക്ക് കൃത്യമായി ഗുണ്ടാ ബന്ധമുണ്ട്, ലഹരിക്കടത്തിൽ കൃത്യമായ റോളുണ്ട്. എല്ലാ ജില്ലകളിലും ഇവർക്ക് ഇടനിലക്കാരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ മറ്റു ചിലരിലേക്ക് കൂടി എത്തും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഈ തിരക്കിട്ട നീക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു മൗനം പാലിക്കുന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതെന്ന സംശയവും ബാക്കിയാണ്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.